ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുല്യം തവ നാമമേ ജയ, ക്രിസ്തുല്യം തവ ക്രിസ്തുപാലകൻ പാദമേ തുണ, ക്രിസ്തുല്യം തവ നാമമേ ജയ, ക്രിസ്തുല്യം തവ. എല്ലാവരും ദൈവത്തെ അനുസരിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കുറിച്ച് പാടുന്നതൊക്കെ എത്ര മനോഹരം, എത്ര അനുഗ്രഹമാണ്, എത്ര ശ്രേഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ പ്രാപിച്ച് ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കിയ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയ മാറ്റം, ആ കർത്താവിനെ കുറിച്ച് പാടുന്നതും പ്രസംഗിക്കുന്നതും പറയുന്നതൊക്കെ എത്ര ശ്രേഷ്ഠകരമായി അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് പിന്നെയും ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നത്. പറഞ്ഞല്ലോ, ഈ വർഷത്തെ പ്രഥമ പ്രോഗ്രാമാണ് ഇവിടെ ഈ കുറ്റിയിൽ വെച്ച് ഞങ്ങൾ നടത്തപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവദാസൻ സാമ്പാസ് ഓർപ്പിച്ചതുപോലെ സാമ്പത്തികമായ ഒഴുക്കുണ്ടായിട്ടൊന്നുമല്ല, സാമ്പത്തികമുണ്ടായിട്ടല്ല, ഞങ്ങളുടെ വലിയ ആഗ്രഹം
ഹല്ലേലൂയ. അനേകരോട് ഈ കർത്താവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് പാടണം എന്നുള്ള ഒരേ ആഗ്രഹത്തോടെ, ആത്മഭാരത്തോടെ മാത്രമാണ് ഞങ്ങൾ ഓരോ ദേശത്തേക്കും കടന്നുപോയി കർത്താവിന്റെ മഹനീയമായ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഇന്നത്തെ എൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കുറിവാക്യം വിശുദ്ധ തിരുവെഴുത്തിലൂടെ വിശുദ്ധ യെശയ്യാവിന്റെ പ്രവാചക പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇതൊരു ഓപ്പൺ പ്രോഗ്രാം ആയതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ച് സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞു പോകുവാൻ, വായിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യെശയ്യാവിന്റെ പ്രവാചക പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് മുറികെട്ടുവാനും ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനും ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിക്കപ്പെടുവാനും യഹോവയായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഇത് മറ്റാരെ കുറിച്ചുമല്ല. ആമേൻ. നമ്മൾ പ്രസ്താവിക്കുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന സൂക്തമാണ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഈ സൂക്തം എടുത്തുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് നസറേത്ത് പട്ടണത്തിൽ വന്ന് സിനഗോഗിലേക്ക് പ്രവേശിച്ചുകൊണ്ട് താൻ ആലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം, ആലയത്തിലുള്ളവർ ഈ പുസ്തകമെടുത്ത് യേശുവിന് വായിക്കുവാൻ കൊടുത്തു. അദ്ദേഹം പുസ്തകം എടുത്ത് നിവർത്തി കണ്ട വാക്യം ഇത് തന്നെയാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈ യെശയ്യാവിൽ എഴുതിയ ഇതേ വാക്യം തന്നെ ഉദ്ധരണിയായി യേശു വായിക്കുകയാണ്. യേശു തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉദ്ധരണിയായി എടുത്തുകൊണ്ട് ലൂക്കോസ് സുവിശേഷത്തിലൂടെ വീണ്ടും വായിക്കുകയാണ്. യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. എന്തിനാ? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ. 2, കുരുടന്മാർക്ക് കാഴ്ച നൽകുവാൻ. 3, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. 4, പീഡിതരെ വിടുവിപ്പാൻ. 5, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും യഹോവയായ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പുസ്തകം വിടർത്തി വായിക്കുകയാണ്. ഇതേ വാക്യം ഉരുവിട്ടുകൊണ്ട് ഈ ദേശത്തോടും ഈ സദ്വർത്തമാനം ഘോഷിപ്പാനാണ് ദൈവം ഞങ്ങളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ എന്തുകൊണ്ടാണ് ഈ ബദ്ധന്മാർക്ക് വിടുതൽ, എന്തുകൊണ്ടാണ് ഈ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടേണ്ടത്, എന്തുകൊണ്ടാണ് പീഡിതരെ വിട്ടയക്കേണ്ടത്, അവിടെ വായിക്കുന്നു. യെശയ്യാവ് 42-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനം, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനം, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അടുത്ത വാക്യം: ആരും വിടുവിക്കുവാനില്ല, ആരും വിടുവിക്കുവാനില്ല. അവർ കൊള്ളയായിപ്പോയി, ആരും മടക്കി തരിക എന്ന് പറയുവാൻ ഒരൊറ്റ വ്യക്തിയും ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നില്ല. മനുഷ്യരാശി മുഴുവനും പാപത്തിന്റെ അഗാധ ഗർത്തത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിന്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കുഴികളിൽ അവർ കുടുങ്ങിയിരിക്കുന്നു, കാരാഗ്രഹത്തിൽ അവർ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ആരും വിടുവിക്കുവാനില്ല, അവർ കൊള്ളയായിപ്പോയി. അടുത്ത പദം ഇങ്ങനെയാണ്: മടക്കി തരിക, മടക്കി തരിക എന്ന് പറയുവാൻ ആരുമില്ല. അടുത്ത വാക്യം: നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും, നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാശിയെ രക്ഷിക്കുവാനായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, ബന്ധനസ്ഥിലായിരിക്കുന്ന, കുഴികളിൽ കുടുങ്ങിയിരിക്കുന്ന മനുഷ്യരാശിയെ രക്ഷിപ്പാൻ പിതാവായ ദൈവം, സർവശക്തനായ ദൈവം തന്റെ ഓമനപുത്രനായ യേശുക്രിസ്തുവിനെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നതാണ് സുവിശേഷം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ
യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് എന്നെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തു സാക്ഷ്യം പറയുന്നു. അതെ, യേശുക്രിസ്തു ഒരു ഊഹാപോഹമല്ല, മായയോ കെട്ടുകഥയോ അല്ല. ചരിത്രത്തെ BC എന്നും AD എന്നും തിരിച്ച് ഈ ചരിത്രത്തിന്റെ മണ്ണിലത്തേക്ക്, ഈ ഭൂമിയിലേക്ക്, ഭൂമിയുടെ മധ്യസ്ഥലമായ പലസ്തീനിലേക്ക് ഇറങ്ങി വന്ന 3.5 വർഷം, ഹല്ലേലൂയ, 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച, 3.5 വർഷം ശുശ്രൂഷ ചെയ്ത് ബദ്ധന്മാരെ വിടുവിച്ച് കാരാഗ്രഹത്തിലായിരുന്നവരെ പുറത്തു കൊണ്ടുവന്ന് വീടന്മാർക്ക് കാഴ്ച കൊടുത്ത് സകലരെയും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന നസ്രേനായ യേശു, ഹല്ലേലൂയ, താൻ തെളിയിച്ചു സർവശക്തനായ ദൈവമാണെന്ന് താൻ തെളിയിക്കുവാനായിട്ടിടയായി. ദൈവ, ഈ കുറ്റിയിൽ കേൾക്കുന്ന ദൈവ സ്നേഹിതരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഹല്ലേലൂയ, എന്തിനാണ് യേശു വന്നത്? എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനാണ്. മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ, കവർന്നിരിക്കുന്ന നമ്മെ, കുഴികളിൽ കുടുങ്ങിയിരുന്ന നമ്മെ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട നമ്മെ വിടുവിക്കുവാനായി നസ്രനായ യേശു വന്നു. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനാണ് ഞങ്ങൾ സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, യു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രീച്ചേഴ്സ്. നിങ്ങൾ ഭൂലോകത്തിലേക്ക് പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുകയും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പിതാവായ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടണം. ഈ ഒരൊറ്റ പദമാണ് ഞങ്ങൾക്ക് ഈ സുവിശേഷവുമായി ഈ കുറ്റിയിൽ നിൽക്കുവാൻ ദൈവം അനുവാദം തന്നത്. യേശു ക്രിസ്തു പ്രസ്താവിച്ചു തുടങ്ങിയ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള യേശു ക്രിസ്തുവിന്റെ ഗലീലയിലെ ഫസ്റ്റ് മെസ്സേജ് അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്നും നിങ്ങൾക്കറിയാം, പോകുന്ന യാത്രയിൽ മുക്കിലും മൂലയിലും ഓരോ സുവിശേഷകന്മാർ, ഓരോ പാസ്റ്റർമാർ ഇന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, നിങ്ങൾ ഭൂലോകത്തേക്ക് പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷത്തിന് പറയുന്നത് ഗുഡ് ന്യൂസ് എന്നാണ്. ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, സദ്വർത്തമാനം. എന്താണ് ന്യൂസ്? നമുക്കറിയാം, ഇംഗ്ലീഷ് വേർഡിലാണ് ന്യൂസ് എന്ന പദം ഉണ്ടായത്. N നോർത്ത്, E ഈസ്റ്റ്, W വെസ്റ്റ്, S സൗത്ത്. എന്താ അർത്ഥം? ഈസ്റ്റിലെ, വെസ്റ്റിലെ, നോർത്തിലെ, സൗത്തിലെ 4 ദിക്കുകളിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ മനുഷ്യരാശിയെ അറിയിക്കുന്ന പ്രക്രിയക്കാണ് ന്യൂസ് എന്ന് പറയുന്നത്, വാർത്ത എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ നാനാ ദിക്കിൽ നിന്നുമുള്ള ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ, അത് എങ്ങനെയായിക്കോട്ടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ, പത്രമാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ, ജനങ്ങളെ അറിയിക്കുന്ന പ്രക്രിയക്കാണ് ന്യൂസ് എന്ന് നമ്മൾ പറയുന്നത്, വാർത്തകൾ എന്ന് പറയുന്നത്. ധാരാളം മാധ്യമങ്ങളിൽ നമുക്കുണ്ട് വാർത്തകൾ അറിയിക്കുവാൻ. പക്ഷേ എന്താണ് ഗുഡ് ന്യൂസ്? എന്താണ് സുവാർത്ത എന്ന് പറയുന്നത്? അത് പറയാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോഴാണ് ഗുഡ് ന്യൂസ് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുന്ന ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. പെട്ടെന്ന് അവരെ പ്രകാശം ചുറ്റിമിന്നി, അവർ ഭയവശരായി തീർന്നു. ഒരു ദൂതൻ അവരുടെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങൾ ശ്രദ്ധിക്കണം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇത് മനുഷ്യന് പറയുന്നതല്ല, ആട്ടിടയന്മാരുടെ പ്രത്യക്ഷനായി സ്വർഗത്തിൽ നിന്നും ദൂതൻ എന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ്, ശ്രദ്ധിക്കണം, ആ പദം ശ്രദ്ധിക്കണം, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് പറഞ്ഞ വാർത്ത കേൾക്കണം, ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പൊ ക്രിസ്തു ആരാണ്? ക്രിസ്തു രക്ഷിതാവാണ്. എന്തിൽ നിന്ന് രക്ഷിക്കുന്നു? അതിന്റെ പ്രഭാഷണത്തിൽ ഞാൻ താഴോട്ട് വരുമ്പോൾ പറയാം എന്തിൽ നിന്നാണ് യേശു രക്ഷിക്കുന്നതെന്ന്. ഞാൻ അതിന്റെ പ്രഭാഷണത്തിൽ പിന്നീട് താഴോട്ട് പറയാം. ഇനി മറ്റൊരു വാക്യം കൂടി ഉണ്ട്. മത്തായി സുവിശേഷം 1:21 ദൂതൻ
ദൂതൻ ജോസഫിന്റെ അടുക്കൽ വന്ന് ഒരു വാർത്ത പറയുന്നുണ്ട്. മറിയയുടെ ഭർത്താവായ ജോസഫ് അവൾ ഗർഭിണിയായെന്ന് കണ്ടിട്ട് ഗൂഢമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായെന്ന് കണ്ടിട്ട് ജോസഫ് വിചാരിച്ച് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ട് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്നു. സ്വപ്നത്തിൽ ദൂതൻ ഇറങ്ങി വന്നു. ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ഭയപ്പെടേണ്ട. അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലത്രേ. പ്രവാചകന്മാർ അവനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. യേശു ജനിക്കുന്നതിന് മുമ്പ് 800 വർഷം, അതായത് ഇന്നേക്ക് 2800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന പ്രവചന സൂക്തം. ഹല്ലേലൂയ. ഇതാ ഈ ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, അവിടെ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ അത്രേ. എന്നിട്ട് പറയുകയാണ്, അടുത്ത പദം ശ്രദ്ധിക്കണം, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ യേശു എന്ന് പേര്. മനസ്സിലായല്ലോ യേശു എന്തിനാ വന്നേ? ആ ദൂതൻ പറയുകയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിതാവെന്നാണ്. എവിടെ നിന്നും? പാപത്തിൽ നിന്നും അവനെ രക്ഷിക്കുന്ന രക്ഷിതാവ്.